ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവിളിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, വാ വാ ഉത്രാടപ്പൂനിലാവേ വാ. ഹലോ ഗൈസ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം നിങ്ങൾ അമേരിക്കയിൽ എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിലെ ഡെൻവറിലെ ഓണാഘോഷങ്ങളൊന്ന് കണ്ടാലോ? ഇത് എൻ്റെ സുഹൃത്ത് വിനീതയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു ഡെക്കറേഷനും ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നതും പിന്നെ ഈ ആനയുടെ നെറ്റിപ്പട്ടം വെച്ചതും ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെൻവറിലെ തോൺടൺ എന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഓണാഘോഷം. ഞങ്ങൾ താമസിക്കുന്ന ഇംഗിൾവുഡ് എന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് തോൺടണിലോട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ബ്ലോക്കിൽ പെട്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ. അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടോ. ഇതാണ് മോഹൻ ചേട്ടൻ്റെയും പ്രിയ ചേച്ചിയുടെയും തോൺടണിലെ മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിൻ്റെ ബാക്ക് യാർഡിൽ വെച്ചിട്ടായിരുന്നു ഗീതാഞ്ജലി എന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണലുണ്ടായിരുന്നു. എനിക്കേതോ ഒരു കല്യാണം കൂടാൻ പോയൊരു പ്രതീതിയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഒക്കേഷൻ ഓണമാണേ. വിനിതയെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഇപ്പുറത്ത് നിൽക്കുന്നതാണ് അഞ്ജു ചേച്ചി. അഞ്ജു ചേച്ചി ഒരു ഡാൻസറാണ്, പിന്നെ നൃത്ത അധ്യാപിക കൂടെയാണ്, ഒരു ആർട്ടിസ്റ്റാണ് ബേസിക്കലി. 2020 ഒരു അയ്യപ്പ പൂജയ്ക്ക് വെച്ചിട്ട് ഞാൻ മൃദംഗം പ്ലേ ചെയ്യുന്നത് കേട്ടിട്ടാണ് അഞ്ജു ചേച്ചി ഗീതാഞ്ജലി എന്ന ഈ ഗ്രൂപ്പിൽ ഒരു പൂജയുണ്ട്, അത് ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഗീതാഞ്ജലി എന്ന ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ചെറിയൊരു ഡിസ്കഷനിലാണ് കേട്ടോ. മറ്റൊന്നുമല്ല, കാൻഡിഡ് ഫോട്ടോഗ്രാഫിയാണ് വിഷയം. എല്ലാവരും അത് പറഞ്ഞ് ചിരിക്കുകയാണ്. ആ ഒരു ചർച്ചയുടെ ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ചും സദ്യ വിളമ്പിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പന്തി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളൊക്കെ സദ്യ കഴിക്കുകയാണ്. എല്ലാവരും കൂടെ ഇട്ട ഒരു പൂക്കളമാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു പൂക്കളം. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ഒരു മൂന്നാമത്തെ പന്തിക്ക് ഇരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചെറുതായിട്ട് വേഷന് തുടങ്ങിയോ എന്നൊരു സംശയം. ഈ കൂട്ടത്തിൽ ഒരുപാട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അതിൽ കൃഷ്ണൻ ചേട്ടൻ എടുത്ത ഫോട്ടോ ആണ് ഇത്. ഞങ്ങൾ ഫൈനലി സദ്യയ്ക്ക് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോട്ട്ലക്കാണ്, എല്ലാ തവണയും പോട്ട്ലക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗീതാഞ്ജലിയുടെ ഓണം കൂടുന്നത്. ഇതൊരു 35 ഫാമിലീസ് ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതിലെ ഒരേ ഒരു ക്രോണിക് ബാച്ചിലർ ഞാനാണ്. ബാച്ചിലറേറ്റ് അല്ല, സ്പിൻസ്റ്റർ എന്നും പറയും. അത് എന്തായാലും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് അസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതാണെന്നറിയോ ഐറ്റം? പപ്പടം. ഏതൊരു സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്നത് പോലെ വിഷമം വന്നാൽ ഞാൻ അങ്ങോട്ട് 2 പപ്പടം കാച്ചും എന്ന് പറയുന്നത് പോലെ സന്തോഷം വന്നപ്പോൾ ഓണത്തിന് ഞാനൊരു 100 പപ്പടം കാച്ചി. എന്തായാലും കിച്ചടി, പിച്ചടി, അച്ചാർ, അവിയൽ, സാമ്പാർ ഇതെല്ലാം ചേർന്ന് നല്ല ഒരു സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സദ്യ അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് സദ്യ കഴിക്കുകയാണ്. ആ പൂക്കളിട്ട ഷർട്ടിട്ട കണ്ടോ, അത് തന്നെയാണ് മോഹൻ ചേട്ടൻ. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട കാര്യമൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടിട്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സദ്യ എല്ലാം കഴിഞ്ഞ് ഗെയിം സെക്ഷനിലോട്ട് കടന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗസ് ദ പേഴ്സൺ എന്നുള്ള ഒരു ഗെയിമാണ്. എന്റെ അത്ര ഞങ്ങാണോ? സിംഗറാണോ? കുമാർ സാനോ? മരിച്ച ഞാൻ മരിച്ചതാണ്. അപ്പൊ മരിച്ചതാണ്. കിഷോർ കുമാർ.
അടുത്ത ഗെയിം സെഗ്മെൻ്റ് എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്തലായിരുന്നു. ഭയങ്കര ഫൺ ഗെയിമായിരുന്നു. സുന്ദരിക്ക് മൂക്കിലും കണ്ണിലും പുരികത്തിലും ബ്യൂട്ടി സ്പോട്ടിലും ഒക്കെ ആയിരുന്നു പലരും പൊട്ടുകുത്തിയിട്ടുണ്ടായിരുന്നത്. ചിലരൊക്കെ കൃത്യമായിട്ട് നെറ്റിയിൽ തന്നെ പൊട്ടുകുത്തിയിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് കിട്ടി. സമയം ഏകദേശം ഉച്ചര കഴിഞ്ഞൊരു 3-3:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഗെയിംസൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്തു. എല്ലാവരും ഫാമിലി ആയിട്ട് പിക്ചേഴ്സൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഇൻഹൗസ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ടുള്ള രാജൻ ചേട്ടൻ അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോൾ സൈഡിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോസ് എടുക്കുകയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോട്ടോഗ്രാഫി, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി, പിന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, ഇതൊക്കെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ ആ കാൻഡിഡ് ഫോട്ടോഗ്രാഫി ഡിസ്കഷൻ്റെ റിസൾട്ട്സ് ആണ് കേട്ടോ ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും. ഈ ഫോട്ടോ കാൻഡിഡ് അല്ല എന്ന് ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? അവസാനം പിരിയുന്നതിന് മുന്നേ എല്ലാവരും ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാമെന്ന് ഓർത്തു. പക്ഷേ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. മിക്കവരും കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ചറിൽ സെൻറ്ററിൽ നിൽക്കുന്നത് രചനയാണ്. തിരിച്ച് ഞങ്ങൾ പോകുമ്പോൾ രചനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് ഉറങ്ങാനൊരു പ്രത്യേക സുഖമാണല്ലേ. ഓണത്തിന് നിങ്ങളുടെ ഫേവറേറ്റ് പാർട്ട് എന്താണ്? എൻ്റെ ഫേവറേറ്റ് പാർട്ട് എല്ലാവരും ഒത്തൊരുമിക്കുന്ന സന്തോഷമുണ്ട് ഉറപ്പായിട്ടും. അതല്ലാതെ ഓണസദ്യയാണ് എൻ്റെ ഫേവറേറ്റ്. ഉറക്കമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് രചനയും ഞാനും ബാക്കിലിരുന്ന് പാട്ടൊക്കെ പാടി ഉത്സാഹത്തോടെ ഉല്ലാസത്തോടെയൊക്കെയാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഉറക്കമൊക്കെ അങ്ങ് പമ്പ കിടന്നു. മടക്കയാത്ര അത്ര ലെങ്തി അല്ലായിരുന്നു, ട്രാഫിക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് വീടെത്താറായി കേട്ടോ. അങ്ങനെ ഗീതാഞ്ജലിയുടെ ഓണം ഇവിടെ സമാപ്തമാവുകയാണ്. ഇനിയെങ്കിൽ രണ്ടാമത്തെ ഓണാഘോഷം കാണാൻ എല്ലാവരും റെഡിയാണോ? അതോ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ? കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോയുടെ ഓണാഘോഷത്തിന് പോകാനായിട്ട് ഞാൻ റെഡിയായിട്ട് ഇറങ്ങാൻ പോണു. ആദ്യം പക്ഷെ ഞാൻ പോയത് ഒരു പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഡുവറ്റ് സോങ് പാടുന്നുണ്ട്. അപ്പോൾ റാസിക്കേൻ്റെ വീട്ടിലോട്ടുള്ള ആ ഒരു വഴിയിലാണ് ഈ കുറച്ച് മാനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചേട്ടൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഹീലിൻ്റെ പുറത്താട്ടോ നിൽക്കുന്നത്. അത് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു ഇനി സ്റ്റൂൾ എങ്ങാനും വേണമെന്ന്. അറോറയിലെ വിസ്റ്റ പീക്ക് പ്രിപ്പറേറ്ററി എന്നൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോയുടെ ഓണാഘോഷങ്ങൾ. ഞാൻ വന്നപ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിസാബോട്ടിക്കിൻ്റെ സ്റ്റോളാണ്. ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മൂക്കുത്തി, കമ്മൽ, പിന്നെ എന്തായിരുന്നു മോതിരം, ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. വേറെയും ഒരുപാട് സ്റ്റോൾസ് സൈഡിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1000 മെമ്പേഴ്സൊക്കെ ഇതിൽ ഭാഗമാണ്. അത് ഡെൻവർ മാത്രമല്ല, കൊളറാഡോ എന്ന ഈ അമേരിക്കൻ സ്റ്റേറ്റിലെ എല്ലാ സ്ഥലത്തു നിന്നും മലയാളികൾ പ്രത്യേകിച്ച് ഓണത്തിന് ഇവിടെ ഒത്തുകൂടാറുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഓഡിറ്റോറിയം ആയിരുന്നു വിസ്റ്റ പീക്ക് പ്രിപ്പറേറ്ററി സ്കൂളിൻ്റെത്. ഞങ്ങൾ വന്നിട്ട് മൈക്ക് ടെസ്റ്റ് ചെയ്യാമോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാ തവണയും പെർഫോം ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് ഇഷ്യൂസോ എന്തെങ്കിലും സൗണ്ട് സിസ്റ്റം ഇഷ്യൂസൊക്കെ എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫോമേഴ്സ് എല്ലാം ഒരു റൗണ്ട് ഒന്നും ഇവിടെ കരോക്കെയോ അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാറുണ്ട്. ഞങ്ങളുടെ പാട്ട് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഏത് മൈക്കാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ പോയത് സദ്യ കഴിക്കാനാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളിക്ക് ഓണമില്ലാതെ എന്താണ് ആഘോഷം അല്ലേ? പ്രവാസിക്ക് ഓണാഘോഷം അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മാറി നിന്നാലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് ലക്ഷ്മിയാണ്. പുള്ളിക്കാരി ബോൾഡറിലാണ് താമസിക്കുന്നത്. നിന്ന് ഓണാഘോഷത്തിന് വേണ്ടി ഡെൻവറിൽ വന്നതാണ്. ഡാൻസറാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരു ഡാൻസ് റീൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് റീൽ കാണാത്തവർ ഈ പാട്ട് ഏതാണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഹൊയ്യാരെ ഹൊയ്യ പാട്ടൊന്നുമല്ലേ?
ഡാൻസ് റീൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്തിട്ട് അവിടെ നേരത്തെ നിങ്ങൾ കണ്ടില്ല അത്തപ്പൂക്കളം ഇട്ടൊക്കെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പെർഫോമൻസ് ഓൾമോസ്റ്റ് ലാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്ക് സ്റ്റേജിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹാള് നിറച്ചും ആൾക്കാരായിരുന്നു, ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ പ്രോഗ്രാംസ് ഒന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു മിക്ക പ്രോഗ്രാംസും. ഞാൻ ആകെ ഒരു 3-4 പ്രോഗ്രാംസിൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കുട്ടികളുടെ ഡാൻസും പിന്നെ ഗന്ധർവ പർവം എന്ന ഈ ടീമിൻ്റെ പെർഫോമൻസ് നല്ല കിടിലനായിരുന്നു കേട്ടോ. അത് പഴയ പത്മരാജൻ സിനിമകളെക്കുറിച്ചുള്ള ഒരു സ്കിറ്റ് കം മ്യൂസിക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത എല്ലാ പെർഫോമൻസും എല്ലാത്തിനും സ്കോപ്പുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഇത്. വിനോദ് ചേട്ടൻ പ്രത്യേകിച്ച് അത് നരേറ്റ് ചെയ്തൊക്കെ ആർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സന്ദർഭങ്ങളുമായിരുന്നു പത്മരാജൻ. സമൂഹത്തിൽ അന്നേ വരെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളിന്റെ ഒരിഴകീറിയെടുത്ത് അതിൽ നിന്നൊരു ചലച്ചിത്ര കാവ്യം നെയ്തെടുത്തു പത്മരാജൻ എന്ന മാതൃകയിൽ. കൾട്ട് ക്ലാസിക് എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരായിരിക്കണം തൂവാനത്തുമ്പി. ആദർശത്തിന്റെ കഥാപാത്രങ്ങൾ നഗരത്തിന്റെ കാപട്യങ്ങളുടെയും നിഷ്കളങ്കതയുടെയും സദാചാര്യ മൂല്യങ്ങളുടെയും ജയകൃഷ്ണന്റെയും അസാധാരണ പ്രണയം. രാധാലക്ഷ്മിയെ പ്രണയിച്ചിരുന്ന കാലത്തും പത്മരാജൻ മഴയെ സ്നേഹിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൽ അന്നേ ആ പ്രണയമേഘങ്ങൾ പൂത്തു തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ നിന്നും മോഹങ്ങൾ പെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടത് മാത്രമല്ല കേട്ടോ, ആ ഗന്ധർവ പർവം എന്ന ടീമിൻ്റെ പെർഫോമൻസിൽ സ്കിറ്റ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ആക്ടിങ്ങിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം എനിക്കൊന്ന് 15 മിനിറ്റ്സോ മറ്റോ എന്ന് തോന്നുന്നു ആ ഒരു ടീമിൻ്റെ പെർഫോമൻസ്. അതെനിക്കിവിടെ മുഴുവനായിട്ടും എനിക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എല്ലാവരും ആസ്വദിച്ച ഒരു കലാപരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളമായിരുന്നു. ഓഫ് കോഴ്സ് ഓണത്തിന് ചെണ്ടമേളം ഇല്ലാതെ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുന്നതല്ലേ. ഡെൻവറിലെ തന്നെ മൈൽ ഹൈ മേളം എന്ന ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ആണിത്. എന്താ പറയുക, ആസ്വദിച്ച് കുറേ പേരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ചെണ്ടമേളത്തിനോടൊപ്പം താളം പിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പൂരക്കൊടി ഇറങ്ങിയൊരു ഫീലിംഗ് തോന്നിയോ? സ്വാഭാവികം. ചെണ്ട എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഹൈ മ്യൂസിക് വിഭാഗത്തിൽപ്പെട്ട ബീറ്റ മ്യൂസിക് കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും പെട്ടെന്ന് എന്തോ ഒരു സൈലൻ്റായ ഒരു സമാധാനം, ഒരു ഉത്സവമൊക്കെ കഴിഞ്ഞ പ്രതീതി എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഡാൻസ് പെർഫോമൻസസും പാട്ട് പെർഫോമൻസസും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഞാൻ ആ പെർഫോമൻസിന് വേണ്ടി ബാക്ക് സ്റ്റേജിൽ നിന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വാളിൽ ഇവിടുത്തെ കുട്ടികൾ വരച്ചിട്ടുണ്ടായിരുന്ന പെയിൻറ്റിംഗ് ആണ്. എത്ര മനോഹരമായിട്ടാണല്ലേ അവർ വരച്ചിരിക്കുന്നത്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ
ഇങ്ങനത്തെ ആർട്ടിസ്റ്റിക് എബിലിറ്റീസ് ഒരു പാരൻറ്റിന് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യാൻ പറ്റിയ ഒരു ഏജ് ഇതാണ്. അങ്ങനെയുള്ള കലാവാസനയുടെ ആ ഒരു വിത്തുകൾ ഈ ഒരു പ്രായത്തിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കുട്ടി വളർന്ന് വലുതാകുമ്പോഴും അത് റീലേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ മലയാളി അസോസിയേഷൻ്റെ ഓണപ്പരിപാടികളും ഏകദേശം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം മിസ് ചെയ്യുന്ന പോലെ തോന്നിയോ? വേറൊന്നുമല്ല, പച്ചപ്പും ഹരിതാഭയും. പ്രവാസിക്ക് അതൊരു പൊളിക്ക് വീക്ക്നെസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെൻവറിൽ ഓഗസ്റ്റിലായിരുന്നു ഈ ഒരു ഓണം ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായ ഒരു നാച്ചുറൽ ലുക്കിലായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഓഗസ്റ്റ് ടൈമിൽ സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പച്ചപ്പും ഹരിതാഭയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി നോക്കി. 1-2 ലൊക്കേഷൻസൊക്കെ എടുത്ത ഫോട്ടോസാണിത്. ഈ ഒരു ഫോട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ബാക്കി ഫോട്ടോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണവിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത്തവണ ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരും മറ്റ് കാരണങ്ങളിലും ഒക്കെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും എന്നെനിക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ ചെയ്യാൻ പറ്റുക? പഴയ കാലത്തെ ഒരു ദുരനുഭവം ഓർത്തിട്ട് നമുക്കങ്ങനെ ലൈഫ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ അല്ലേ? അങ്ങനെ ഒരു മോശം സമയത്തിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പൂർവാധികം ശക്തിയോടെ നിങ്ങൾക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതും കടന്നു പോകും, ഉറപ്പായിട്ടും ഈ ഒരു സമയം കടന്നു പോകും. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും. ആ ഒരു നോട്ടോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്നേഹപൂർവ്വം അനുരൂപ പൈ signing off. Thank you for watching. Bye.